ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ഐക്യാൻ ഓൺലൈൻ ക്ലാസ്സസ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ലൈവ് ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു തിയറം പഠിച്ചു. ഈ ഒരു ചാപ്റ്ററിലെ വൃത്തങ്ങൾ എന്ന പാഠത്തിലെ പുതിയൊരു തിയറമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ആ തിയറത്തിൽ എന്താ പറയുന്നത് വെച്ചാൽ കോഡും ആംഗിളും ആർക്കും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് ഞാണും കോണും ചാപവും, ഒരു വൃത്തത്തിൻ്റെ ഞാണും കോണും ചാപവും തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണ്, ആ ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് നമ്മൾ ആ ഒരു തിയറത്തിലൂടെ പറഞ്ഞു. എന്താണത്? Any chord which is not a diameter splits the circle into unequal parts. The angle got by joining any point on the larger part to the ends of the chord is half the angle got by joining the center of the circle to these ends. The angle got by joining any point on the smaller part to the ends of the chord is half the angle at the center subtracted from 180 degree. അതായത് വ്യാസമല്ലാത്തൊരു ഞാണ് വൃത്തത്തിന് ഒരു ചെറിയ ഭാഗം ഒരു വലിയ ഭാഗവുമായിട്ട് മുറിക്കുന്നുണ്ട്. വലിയ ഭാഗത്തിലെ ഏത് ബിന്ദുവുമായും ഞാണിൻ്റെ അറ്റങ്ങൾ യോജിപ്പിച്ചു കിട്ടുന്ന കോൺ അവ വൃത്തകേന്ദ്രവുമായി യോജിപ്പിച്ചു കിട്ടുന്ന കോണിൻ്റെ പകുതിയാണ്. ചെറിയ ഭാഗത്തിലെ ഏത് ബിന്ദുവുമായും ഞാണിൻ്റെ അറ്റങ്ങൾ യോജിപ്പിച്ചു കിട്ടുന്ന കോൺ കേന്ദ്രത്തിലെ കോണിൻ്റെ പകുതി 180 ഡിഗ്രിയിൽ നിന്ന് കുറച്ചതാണ്. ഓക്കെ, ചിത്രത്തിൽ നോക്കി മനസ്സിലാക്കുക. ചിത്രത്തിൽ കാണുന്നത് പോലെ തന്നെ സി എന്നുള്ളത് സെൻട്രൽ ആംഗിളാണ് അല്ലേ, അതായത് കേന്ദ്ര കോണാണ്. ഈ വൃത്തത്തിലെ എ ബി എന്ന ഞാണുണ്ടാക്കിയ സെൻട്രൽ ആംഗിൾ, അതായത് കേന്ദ്ര കോണാണ് സി എന്നുണ്ടെങ്കിൽ ആ ഒരു ഞാൻ എ ബി എന്ന ഞാൻ തന്നെ വൃത്തത്തിൽ മറ്റേതെങ്കിലും ഒരു ബിന്ദുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയായിരിക്കും? ആ സിയുടെ പകുതി ആയിരിക്കും, അതായത് ഹാഫ് സി ആണ് അല്ലേ. അതേപോലെ തന്നെ ആ ഞാൻ വൃത്തത്തിൽ ചെറിയ ഭാഗത്തുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ബിന്ദുവുമായി, ഇപ്പോൾ ക്യൂ എന്ന ബിന്ദുവുമായി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 180 നിന്നും കേന്ദ്ര കോണിൻ്റെ പകുതിയെ കുറച്ചതാണ് അല്ലേ. 180 ഡിഗ്രി മൈനസ് ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ സി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഈ തിയറത്തിലൂടെ പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ലൈവ് ക്ലാസ്സിൽ അല്ലേ. ഓക്കെ, ഇതേ കാര്യം തന്നെ നമ്മൾ ഞാണ് മാറ്റി, അതായത് കോഡ് മാറ്റിയ ഒരു ആർക്കിൻ്റെ ബേസിസിൽ അല്ലേ, ഒരു ഞാണ് മാറ്റിയ ഒരു ചാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ദി ആംഗിൾ മെയ്ഡ് ബൈ എനി ആർക്ക് ഓഫ് എ സർക്കിൾ ഓൺ ദി ആൾട്ടർനേറ്റ് ആർക്ക് ഈസ് ഹാഫ് ദി ആംഗിൾ മെയ്ഡ് അറ്റ് ദി സെൻറ്റർ. ഓക്കെ, ഇതിലിപ്പോൾ ആർക്ക് പറയുന്നത് എ ബി. ഈ ഒരു ചിത്രത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എ ബി എന്നുള്ളത് ഒരു ആർക്കാണ് അല്ലേ, ഒരു ചാപമാണ്, ഒരു വൃത്തത്തിൻ്റെ ചാപമാണ് എ ബി എന്നുള്ളത്. ആ ഒരു ആർക്ക് ഈ സർക്കിളിലെ മറുചാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുകളിൽ കാണുന്ന ഭാഗം അല്ലേ. ഈ എ ബി ചാപമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മറുചാപം ഇതിൻ്റെ മുകളിൽ കാണുന്ന പാർട്ടായിരിക്കും, സർക്കിളിലെ പാർട്ടായിരിക്കും മറുചാപം. അല്ലെങ്കിൽ ആൾട്ടർനേറ്റ് ആർക്ക് എന്ന് പറഞ്ഞാൽ ഈ എ ബി പറഞ്ഞാൽ ഈ മുകളിൽ കാണുന്ന പാർട്ട് ഓഫ് ആർക്കിനെയാണ് പറയുന്നത്, ദി അതർ പാർട്ട് ഓഫ് ദി ആർക്ക്. അപ്പോൾ അത് ആ ഒരു മറുചാപത്തിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സെൻട്രൽ ആംഗിളിലെ പകുതി ആയിരിക്കും അല്ലേ. സെൻട്രൽ ആംഗിൾ സി ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ എ പി ബി ഷുഡ് ബി C/2. ഓക്കെ, അതേപോലെ തന്നെ all the angles made by an arc on the alternate arc are equal and a pair of angles on an arc carries alternate arc are supplementary. സപ്ലിമെൻ്ററി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആംഗിൾ എ ഒ ബി സിയും ആംഗിൾ എ പി ബി C/2 ആണെങ്കിൽ ആംഗിൾ എ ക്യു ബി എന്ന് പറയുന്നത് 180 ഡിഗ്രി മൈനസ് C/2 ആണ്. ഓക്കെ, അപ്പോൾ ആംഗിൾ എ പി ബിയും ആംഗിൾ എ ക്യു ബിയും കൂടി നമുക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 180 ഡിഗ്രി കിട്ടും. അതുകൊണ്ട് അതിനെ നമുക്ക് അനുപൂരകമാണെന്ന് പറയാം, അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ആംഗിൾസ് ആണെന്ന് പറയാം. അതായത് ഏതൊരു ആർക്കും എ ബി എന്നുള്ളത് ഒരു ആർക്കാണെന്നുണ്ടെങ്കിൽ ആ ആർക്ക് മറുചാപത്തിൽ ഉണ്ടാക്കുന്ന കോണും ആ ചാപത്തിൽ തന്നെ ഉണ്ടാക്കുന്ന കോണും അനുപൂരകങ്ങളാണെന്ന് പറയാം. അത് അല്ലെങ്കിൽ ദി ആർക്ക് മെയ്ഡ് ദി എ ബി എന്ന ആർക്ക് അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിലും ആ ഒരു ആർക്കിലും ഉണ്ടാക്കുന്ന ആംഗിൾസ് സപ്ലിമെൻ്ററി ആണെന്ന് പറയാം. അല്ലെങ്കിൽ ആ ആംഗിൾസിലാണ് കൂട്ടിയാൽ നമുക്ക് 180 ഡിഗ്രിയാണ് കിട്ടുക എന്നുള്ളത് പറയാം. ഓക്കെ, അതേപോലെ തന്നെ ഈ ആർക്ക് എ ബി അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ് എല്ലാം ഈക്വൽ ആയിരിക്കും അല്ലേ. ആംഗിൾ എ പി ബി ഷുഡ് ബി ഈക്വൽ ടു ആംഗിൾ എ ആർ ബി അല്ലേ. ആർ എന്നൊരു പോയിൻ്റാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് എ ബി ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന എ ആർ ബി ഷുഡ് ബി ഓൾസോ വിൽ ബി ഈക്വൽ ടു C/2 അല്ലേ. സെൻട്രൽ ആംഗിളിലെ പകുതി കറക്റ്റ് C/2 ആയിരിക്കും. അല്ലെങ്കിൽ വേറൊരു പോയിൻ്റ് എടുത്തു, എസ് എന്നൊരു പോയിൻ്റ് എടുത്തു, അപ്പോൾ ആംഗിൾ എസ് ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ പി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ ആർ ബി. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തതാണ്. അപ്പോൾ ഇതിന് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
ഇനി സർക്കിളിലെ ഈ ഒരു പ്രോപ്പർട്ടി തന്നെ വെച്ചിട്ട് നമുക്ക് ഒരു കോണിനെ നമുക്ക് പകുതിയാക്കിയിട്ട് വരക്കാം. അതായത് നമുക്ക് അളവറിയാത്തൊരു കോണ് തന്നിട്ടുണ്ട്, ജസ്റ്റ് ഒരു കോണ് അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ആംഗിൾ തന്നിട്ടുണ്ട്. ആ ആംഗിൾ എത്രയും നമുക്കറിയില്ല. we are asked to draw an angle which is half of this angle. ഈ ആംഗിളിലെ ഹാഫ് നമ്മളോട് മെഷർ ചെയ്യാൻ പാടില്ല. നമുക്ക് മെഷർ ചെയ്യാതെ തന്നെ ഈ ആംഗിൾ നമുക്ക് ഹാഫ് ആക്കണം. നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് അറിയില്ല. സപ്പോസ് ഇതിൻ്റെ മെഷർമെൻറ്റ് നമുക്കൊരു എക്സ് ഡിഗ്രി അല്ലെങ്കിൽ 30 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, 15 ഡിഗ്രിയിൽ ഒരു ആംഗിൾ വരച്ചാൽ മതി. പക്ഷെ നമുക്ക് മെഷർമെൻറ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഈ സർക്കിളിൻ്റെ ഈ ഒരു പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമുക്കിതിനെ ഹാഫാക്കാം. എങ്ങനെ ചെയ്യാം, ജസ്റ്റ് we have to draw a circle in such a way that this angle is the central angle of that circle. അതായത് ഈ കോൺ എന്ന് പറഞ്ഞത് നമ്മൾ ഒരു വൃത്തത്തിൻ്റെ കേന്ദ്ര കോണാവുന്ന രീതിയിൽ നമ്മളൊരു വൃത്തം വരക്കാം. ഓക്കെ, നമുക്കറിയാം കേന്ദ്ര കോൺ. അപ്പോൾ നമുക്കിങ്ങനെ വരച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, നമുക്കൊരു ആർക്ക് കിട്ടിയില്ലേ. എന്താണ് ആർക്കിനെ നമുക്ക് ജസ്റ്റ് ഒരു പേരിടാം, എ ബി എന്ന് നമുക്ക് പേരിടാം, എ ബി എന്ന് പേരിടാം. ഇനിയിപ്പോൾ ഈ എ ബി എന്ന ആർക്ക് ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിളാണ് ഈ കാണുന്നതില്ലേ, നമുക്കിവിടെ ഒ എന്ന് പേരിടാം, സെൻട്രൽ ആംഗിളിന് സി എന്ന് ഇടാം. ഓക്കെ, ഇനി ഈ സർക്കിളിൻ്റെ ഏതൊരു പോയിന്റിലും ഈ ആർക്ക്, സെയിം ആർക്ക് എ ബി ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് C/2 ആയിരിക്കില്ലേ, C/2 ആയിരിക്കില്ലേ. ദിസ് വിൽ ബി ഈക്വൽ ടു C/2. യെസ്, അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഏതൊരു ആംഗിളാണോ തന്നിട്ടുള്ളത് ആ ആംഗിളിൻ്റെ സെൻട്രൽ ആംഗിൾ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ കേന്ദ്ര കോണാവുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ സെയിം ആർക്ക് അതിൻ്റെ സർക്കിളിൻ്റെ പോയിന്റിൽ, സർക്കിളിൽ മറ്റേതെങ്കിലും ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ അതിൻ്റെ കറക്റ്റ് പകുതിയായിരിക്കും. അപ്പോൾ വി ജസ്റ്റ് ഹാവ് ടു ഡ്രോ ടേക്ക് എ പോയിന്റ് എനിവെയർ ഓൺ ദി സർക്കിൾ അല്ലേ. സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്കുണ്ടായ ആ ഒരു ആർക്ക് ഉണ്ടല്ലോ, ആ ആർക്കിൻ്റെ രണ്ട് എൻഡിലേക്കും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഒരു ഹാഫ് ആയിട്ടുള്ളൊരു ആംഗിൾ കിട്ടും. സപ്പോസ് ഇതാണ് തന്നിട്ടുള്ള ആംഗിൾ എന്നുണ്ടെങ്കിൽ നമ്മളിത് എന്ത് ചെയ്യും, ഒരു സെൻട്രൽ ആംഗിൾ, അത് സെൻട്രൽ ആംഗിൾ ആവുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ വരക്കും. എന്നിട്ട് നമുക്ക് അവിടെ ഉണ്ടാവുന്ന ആ കോഡിനെ നമ്മൾ എന്തെങ്കിലും നെയിം ചെയ്യും, എ ബി എന്ന് നെയിം ചെയ്യും. എന്നിട്ട് നമുക്ക് വി ജസ്റ്റ് ഹാവ് ടു ടേക്ക് എനി പോയിന്റ് ഓൺ ദി സർക്കിൾ. സർക്കിളിൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, ആ പോയിന്റിന് നമുക്ക് ജസ്റ്റ് നെയിം ചെയ്യുക. ആ പോയിന്റിൽ നിന്ന് മറ്റ് ആർക്കിൻ്റെ രണ്ട് എൻഡിലേക്കും എന്ത് ചെയ്താൽ മതി, ലൈൻസ് ജോയിൻ ചെയ്താൽ മതി. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ആംഗിൾ എത്ര ആയിരിക്കും, ഈ ആംഗിൾ എത്രയാണോ, ഈ ആംഗിൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ, ഈ ആംഗിൾ എക്സ് ആണെന്നുണ്ടെങ്കിൽ ആംഗിൾ എ പി ബി വിൽ ബി ഈസ് ഈക്വൽ ടു x/2. ഇങ്ങനെ നമുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ആംഗിളിനെയും നമുക്ക് ഹാഫ്, തന്നിരിക്കുന്ന ഏതൊരു ആംഗിളിൻ്റെയും ഹാഫായിട്ടുള്ള ആംഗിൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഒരു തത്വം, ഈ ഒരു തിയറം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു നിശ്ചിത അളവുകൾ കോണുകളുള്ള അല്ലെങ്കിൽ ആംഗിൾസ് ഉള്ള ഒരു സർക്കിള് അല്ലെങ്കിൽ നിശ്ചിത ആംഗിൾസും സർക്കം റേഡിയസും കോണുകൾ പരിവൃത്തവുമുള്ള, തന്നിരിക്കുന്ന കോണുകളും പരിവൃത്തവുമുള്ള ഒരു ത്രികോണം വരയ്ക്കാൻ നമുക്ക് ഈ ഒരു തത്വം വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക, അപ്പോൾ ഇതിലൊരു ചോദ്യം തന്നിട്ടുണ്ട്. ആ ചോദ്യത്തിൽ 40, 80, 60 ഡിഗ്രി കോണുകളുള്ള ആംഗിൾസ് ഉള്ള ഒരു ട്രയാങ്കിൾ വരക്കണം. പിന്നെ അതിൻ്റെ എന്തായിരിക്കണം, സർക്കം റേഡിയസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പരിവൃത്തം എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ എങ്ങനെ വരും ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു സർക്കിൾ ഉണ്ടാവും, സർക്കിളിന് ഉള്ളിലായിട്ട് നമുക്ക് ട്രയാങ്കിൾ വരക്കാം. അതിൽ നമുക്ക് സർക്കിളിൻ്റെ സൈഡ്സ് എത്രയായാലും കുഴപ്പമില്ല, അതിൻ്റെ ആംഗിൾസ് എന്തൊക്കെ ആയിരിക്കണം, ഒന്ന് 30 ഡിഗ്രി, ഒന്ന് 40 ഡിഗ്രി, 40, ഒന്ന് 80, ഒന്ന് 60. പിന്നെ സർക്കം റേഡിയസ് എന്ന് പറയുന്നത് നമ്മളിത് ഏതൊരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ ഏതൊരു സർക്കിളിലാണോ വരച്ചിട്ടുള്ള ആ സർക്കിളിൻ്റെ റേഡിയസ് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ആയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു തന്നിരിക്കുന്ന ആംഗിൾസും റേഡിയസുമുള്ള സർക്കം റേഡിയസുമുള്ള ഒരു ട്രയാങ്കിൾ കൺസ്ട്രക്റ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു തിയറം വെച്ചിട്ട് പറ്റും. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഫസ്റ്റ് വി ഹാവ് ടു ഡ്രോ എ സർക്കിൾ ഓഫ് ദി ഗിവൻ റേഡിയസ്. തന്നിരിക്കുന്ന പരിവൃത്തം അഥവാ സർക്കം റേഡിയസ് ഉള്ള ഒരു സർക്കിള് ആദ്യം നമ്മൾ വരക്കാം. ഇതിൽ തന്നിട്ടുള്ളത് 3 സെൻറ്റിമീറ്റർ ആണല്ലേ. അപ്പോൾ നമുക്ക് കോമ്പസിൽ വി ക്യാൻ ടേക്ക് 3 സെൻറ്റിമീറ്റർ നമ്മൾ കോമ്പസിൽ മെഷർ ചെയ്യുക. എങ്ങനെ മെഷർ ചെയ്യുക, ഒരു എൻഡ് പോയിൻറ്റ് 3 സെൻറ്റിമീറ്ററും ഒരു എൻഡ് പോയിൻറ്റ് 0 സെൻറ്റിമീറ്ററും കൂടി ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു റൂളറിൽ, നമുക്കൊരു സ്കെയിലിൽ ഇപ്പോൾ 3 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള മെഷർമെൻറ്റ് നമുക്ക് എന്തെടുക്കാൻ പറ്റും, കോമ്പസിൽ മെഷർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ദെൻ വി ഹാവ് ടു ഡ്രോ എ സർക്കിൾ
ലൈക്ക് ദീസ്. ഇങ്ങനെ 3 സെൻറ്റിമീറ്റർ ഇങ്ങനെ ഒരു നമ്മൾ സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന് എത്ര സെൻറ്റിമീറ്റർ ആയിരിക്കും? ഇതിന് 3 സെൻറ്റിമീറ്റർ റേഡിയസ് ആയിരിക്കും. ദെൻ വി ക്യാൻ ജസ്റ്റ് ഡ്രോ എ റേഡിയസ് ടു ദി സർക്കിൾ. ഈ വൃത്തത്തിലേക്ക് നമുക്കൊരു ആരം വരക്കാം. ആ ആരത്തിൻ്റെ അളവ് എത്ര ആയിരിക്കും? 3 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? നമ്മൾ 3 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തിട്ട് ഒരു സർക്കിൾ വരച്ചു. അപ്പോൾ ജസ്റ്റ് ഒരു റേഡിയസ് വരക്കുകയാണെങ്കിൽ, എവിടെ റേഡിയസ് വരക്കുകയാണെങ്കിൽ നമുക്ക് 3 സെൻറ്റിമീറ്റർ കിട്ടും. ഓക്കെ, നൗ വി ഹാവ് ടു ടേക്ക് വൺ ഓഫ് ദി ആംഗിൾസ്. ഒരു സെൻട്രൽ ആംഗിൾ നമുക്കിവിടെ വരക്കണം. ഓക്കെ, നമുക്ക് നമ്മൾ വരക്കാൻ പോകുന്ന ഒരു ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സൈഡ്സൊക്കെ, അതിൻ്റെ ഓരോ 3 വശങ്ങളും ഈ വൃത്തത്തിലെ ഞാണുകളാവുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ 3 സൈഡ്സും ഈ ഒരു സർക്കിളിലെ കോഡ്സ് ആവുന്ന രീതിയിലാണ് നമ്മൾ വരക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് അറിയാം മെഷർമെൻറ്റ്സ് ഏതൊക്കെയാണ് തന്നിട്ടുള്ളത്? 40, 80, 60 ഈ 3 ആംഗിൾസ് ആണ് അല്ലേ? അപ്പോൾ ഈ 3 ആംഗിൾസും എവിടെയാണ് വരിക? ഓരോന്നും ഓൺ ദി സർക്കിളിൽ ഓരോ പോയിന്റിലും ആയിട്ടായിരിക്കും ഈ ആംഗിൾസ് ഉണ്ടാവുക അല്ലേ? 40, 80, 60. അപ്പോൾ ഈ ആംഗിൾസ്, അതിൻ്റെ സെൻട്രൽ ആംഗിൾ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? ഇതിൻ്റെ ഇരട്ടിയായിരിക്കും, ഡബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളൊരു സെൻട്രൽ ആംഗിൾ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിലത്തെ ഏതെങ്കിലും ഒരു ആംഗിളിൻ്റെ ഡബിൾ എടുത്തിട്ട് നമുക്ക് സെൻട്രൽ ആംഗിൾ വരക്കാം. അപ്പോൾ ഇത് ഏത് ആംഗിൾ എടുക്കാം? അപ്പോൾ നമ്മൾ 40 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡബിൾ എത്ര? 80 അല്ലേ? 80 ഡിഗ്രി മെഷർമെൻറ്റ് വരുന്ന ഒരു സെൻട്രൽ ആംഗിൾ നമുക്ക് വരക്കാം. സെൻട്രൽ ആംഗിൾ എങ്ങനെ വരക്കണം? സെൻട്രൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർക്കിളിന് എവിടെയെങ്കിലും 2 പോയിൻറ്റ്സ് വെച്ചിട്ട് നമ്മൾ സെൻറ്ററിലോട്ട് ആംഗിൾ ആവുന്ന രീതിയിൽ അല്ലേ? സർക്കിളിന് ഏതെങ്കിലും 2 പോയിൻറ്റിൽ നിന്ന് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നമ്മൾ എന്ത് പറയും? സെൻട്രൽ ആംഗിൾ എന്ന് പറയും അല്ലേ? അപ്പോൾ ആ ഒരു സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കും? 40യുടെ ഇരട്ടി ഡബിളായിട്ട്, അല്ലെങ്കിൽ 80യുടെ ഡബിൾ, 60യുടെ ഡബിൾ, ഏതൊരു ആംഗിളിൻ്റെ ഡബിളായിട്ട് നമുക്ക് ഏത് ആംഗിളിൽ സെൻട്രൽ ആംഗിൾ വേണമെങ്കിലും നമുക്ക് വരക്കാം. നമ്മളിവിടെ സെലക്ട് ചെയ്യുന്നത് 40 ഡിഗ്രിയാണ്. അപ്പോൾ 40യുടെ ഡബിൾ പറഞ്ഞാൽ 80 ഡിഗ്രി. അപ്പോൾ 80 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ആവുന്ന രീതിയിൽ നമുക്കൊരു ആംഗിൾ വരക്കാം. നമുക്ക് പ്രൊട്രാക്ടർ യൂസ് ചെയ്തിട്ട് വരക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വരക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊട്രാക്ടറിൻ്റെ 0 പോയിൻറ്റ് നമ്മൾ സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട്, യെസ്, ഇതാണ് നമ്മൾ സ്റ്റാർട്ടിങ് പോയിൻ്റ് അല്ലേ? റേഡിയസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് എത്ര ഡിഗ്രിയാണ്? 40യുടെ ഡബിൾ 80 ഡിഗ്രിയാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. 80 ഡിഗ്രി നമുക്ക് എവിടെ മാർക്ക് ചെയ്യാം? 80 ഡിഗ്രി നമ്മൾ ഇപ്പോൾ പ്രൊട്രാക്ടർ വെച്ച് മെഷർ ചെയ്ത് മാർക്ക് ചെയ്ത് ഒരു പോയിൻ്റ് മാർക്ക് ചെയ്തു അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതൊന്ന് നമുക്ക് ജോയിൻ ചെയ്യാം. ഈ ഒരു മെഷർമെൻറ്റ് ജോയിൻ ചെയ്യാം. ഈ ഒരു ലൈന് ജോയിൻ ചെയ്തിട്ട് നമുക്ക് സർക്കിളിലേക്ക് ഒരു പോയിൻറ്റിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര കിട്ടി? ഈ ഒരു ആംഗിൾ എന്ന് പറയുമ്പോൾ സെൻറ്ററിൽ വരുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ 2 പോയിൻറ്റ്സ് നമുക്ക് എന്തെങ്കിലും നെയിം ചെയ്യാം. എ ബി എന്ന് നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ആംഗിൾ എ ബി എന്ന് പറയുന്ന ഈ ഒരു കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ 80 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു കോഡ് ഈ സർക്കിളിൻ്റെ വേറെ ഏത് പോയിൻറ്റ്സിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? ഈ 80യുടെ ഹാഫ് ആയിരിക്കും അല്ലേ? 40 ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, നൗ അടുത്ത ആംഗിൾ നമ്മൾ വിചാരിക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ എ ബി ഒന്ന് ജോയിൻ ചെയ്യാം. ഈ എ ബി നമ്മൾ ആർക്കിനെ നമുക്ക് ഇതിനെ കോഡായിട്ട് ജോയിൻ ചെയ്യാം. എ ബി എന്നുള്ളൊരു കോഡ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഈ എ ബി എന്നതാണ് നമ്മൾ വരക്കാൻ പോകുന്ന ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ്. ഓക്കെ, ഒരു സൈഡ് എ ബി ആണ്. ഇനി നമ്മൾ ഓൾറെഡി 40 ഡിഗ്രിക്കുള്ള ഒരു ആംഗിൾ നമ്മൾ ഓൾറെഡി എടുത്തു. ഇനി അടുത്തത് 80 ഡിഗ്രി ആണില്ല. അപ്പോൾ 80 ഡിഗ്രി മെഷർമെൻറ്റ് വരുന്ന ഒരു ആംഗിൾ നമുക്ക് എവിടെ വരക്കാം? എയിൽ വരക്കാം. അടുത്ത ആംഗിൾ നമ്മളെടുത്തു, 80 ഡിഗ്രിയാണ്. 80 ഡിഗ്രി വരുന്ന ആംഗിൾ നമ്മൾ എവിടെ വരക്കണം? എയിൽ. ഓക്കെ, അപ്പോൾ എയിൽ നമ്മൾ പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്താൽ മതി? എയിൽ നമ്മൾ എത്രയാണ്? 80 ഡിഗ്രി മാർക്ക് ചെയ്യാം. 80 ഡിഗ്രി മാർക്ക് ചെയ്തു. ഇനി നമ്മൾ ജസ്റ്റ് ഒരു ലൈൻ ജോയിൻ ചെയ്യാം. ലൈൻ ജോയിൻ ചെയ്ത് ഇങ്ങനെ ലൈൻ ജോയിൻ ചെയ്യുമ്പോൾ അത് സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് വെച്ച് അവസാനിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും മറ്റൊരു സൈഡ്, നമ്മൾ വരക്കാൻ പോകുന്ന ട്രയാങ്കിളിലെ മറ്റൊരു സൈഡ്. ആ പോയിന്റിനെ നമുക്ക് സി എന്ന് നെയിം ചെയ്യാം അല്ലേ? അപ്പോൾ നമുക്ക് ഈ ആംഗിൾ നമ്മളിപ്പോൾ എത്രയാണ് വരച്ചത്? 80 ഡിഗ്രി അല്ലേ? ഇനി ഈ സിയും ബിയും ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് തേർഡ് സൈഡും കൂടി കിട്ടി. സിയും ബിയും കൂടി ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് സി ബി. അപ്പോൾ ട്രയാങ്കിൾ എ സി ബി, ട്രയാങ്കിൾ എ സി ബി എന്നുള്ളൊരു ട്രയാങ്കിൾ ഇപ്പോൾ നമ്മളിവിടെ കൺസ്ട്രക്ട് ചെയ്തു. ഇനി നമ്മളുടെ ആംഗിൾ എ സി ബി എത്ര ആയിരിക്കും? നമ്മൾ ഓൾറെഡി 80 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വെച്ച് കൺസ്ട്രക്ട് ചെയ്ത ആംഗിളുടെ
ആ ഒരു കോഡിൻ്റെ ആ ഒരു കോഡ് ഉണ്ടാക്കുന്ന ആംഗിളാണ് ഈ ആംഗിൾ ACB എന്ന് പറയുന്നത്. അപ്പോൾ അത് എത്രയായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ പ്രൊട്രാക്ടർ യൂസ് ചെയ്ത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കാണാൻ പറ്റും. കറക്റ്റ് അത് എത്രയായിരിക്കും? 40 ഡിഗ്രി ആണ് അല്ലേ? കറക്റ്റ് നോക്കൂ, പ്രൊട്രാക്ടറിൽ 40 ഡിഗ്രി കാണാനില്ലേ? ഓക്കെ, അപ്പോൾ അത് എത്ര കിട്ടിയത്? നമുക്ക് ചോദ്യത്തിൽ തന്ന പോലെ 40 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇത് അതർ ആംഗിൾ വിൽ ബി 60 ഡിഗ്രി അല്ലേ? അതും 60 ഡിഗ്രി ആയിരിക്കും. ജസ്റ്റ് മെഷർ ചെയ്ത് നോക്കുക. നോക്കൂ, അതും 60 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ ആംഗിൾസാണ് കിട്ടിയത്? 80 ഡിഗ്രി, 40 ഡിഗ്രി, 60 ഡിഗ്രി. പിന്നെ എത്രയാണ്? സർക്കം റേഡിയസ് എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്റർ ഉള്ള ഒരു ട്രയാങ്കിൾ നമ്മളിപ്പോൾ ഇവിടെ കൺസ്ട്രക്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഗിവൺ ആംഗിൾസും ഒരു ഗിവൺ സർക്കം റേഡിയസും ഉള്ള ഒരു ട്രയാങ്കിൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. തന്നിരിക്കുന്ന കോണുകളും വൃത്തവുമുള്ള ഒരു ത്രികോണം നമ്മൾ ഇങ്ങനെയാണ് വരക്കുക. അപ്പോൾ ആദ്യം നമുക്ക് എത്രയാണോ ആ തന്നിരിക്കുന്ന സർക്കം റേഡിയസ് എത്രയാണോ അത് വെച്ചിട്ട് നമ്മളൊരു സർക്കിൾ വരക്കുക. എന്നിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഏതെങ്കിലും ഒരു ആംഗിൾ എടുക്കുക, ആ ആംഗിളിൻ്റെ ഡബിൾ എടുക്കുക. ആ ഡബിൾ എടുത്തിട്ട് നമ്മൾ അത് എത്രയാണോ മെഷർമെൻറ്റ് അത് വെച്ചിട്ട് നമുക്കൊരു സെൻട്രൽ ആംഗിൾ വരക്കുക. സെൻട്രൽ ആംഗിൾ വരച്ച് അത് എൻഡ് ചെയ്യുന്ന പോയിൻറ്റ്സിന് നമ്മൾ മീറ്റ് ചെയ്യിപ്പിച്ച് ഒരു കോഡ് വരക്കുക. അതായത് അതായിരിക്കും നമ്മുടെ നമ്മൾ വരക്കാൻ പോകുന്ന ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത്. പിന്നെ ആ സൈഡിൽ തന്നെ വെച്ചിട്ട് എടുത്ത് നമ്മൾ മറ്റൊരു ആംഗിളും കൂടി തന്നിട്ടുണ്ടാവുമല്ലോ, അതിൽ ആ ഒരു ആംഗിളും കൂടി അവിടെ വെച്ചിട്ട് കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് ആ ആംഗിൾ മീറ്റ് ചെയ്യുന്ന ആ പോയിന്റിൽ നമുക്ക് റിക്വയർഡ് ആയ മറ്റൊരു ആംഗിൾ കിട്ടും. സെൻട്രൽ ആംഗിൾ ഹാഫ് ആയിട്ടുള്ള ആ ആംഗിൾ കിട്ടും. പിന്നെ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് തേർഡ് സൈഡും കൂടി വരക്കാം. അങ്ങനെ നമുക്ക് 3 സൈഡ്സും വരക്കാം. ഇങ്ങനെ ഒരു ട്രയാങ്കിൾ കിട്ടും. ഇനി നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പേജ് 53 സൊല്യൂഷൻസ് ആൻസേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ചോദ്യം നോക്കുക. In the picture given below, O is the center of the circle and ABC are points on it. Calculate all angles of triangle ABC and triangle OBC in each. ABCയിലെയും OBCയിലെയും എല്ലാ ആംഗിൾസും എല്ലാ കോണുകളും കണക്കാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓരോ ചിത്രങ്ങളായിട്ട് ഓരോന്ന് എടുത്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിത്രം നോക്കുക. നമുക്കിതിൽ എന്ത് ചെയ്യാം? നമുക്കിതിൽ 2 ആംഗിൾസ് തന്നിട്ടുണ്ട്. ആംഗിൾ ABOയും തന്നിട്ടുണ്ട്, ആംഗിൾ ACOയും തന്നിട്ടുണ്ട്. നമുക്കിതിന് ജസ്റ്റ് O എന്നുള്ള ഒരു പോയിന്റിൽ നിന്ന് എയിലേക്ക് ജസ്റ്റ് ഒരു ലൈൻ കൺസ്ട്രക്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് 3 ട്രയാങ്കിൾസ് കിട്ടിയില്ലേ? ഒരു വലിയൊരു ട്രയാങ്കിളും പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയ സ്മോൾ ട്രയാങ്കിൾസും കിട്ടി. ഇനി ഈ ഒരു എല്ലാ ട്രയാങ്കിൾസിനെയും പ്രത്യേകത, ഈ 3 ട്രയാങ്കിൾസിനെയും പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഐസോസിലസ് ട്രയാങ്കിളാണ്, അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങളാണ് അല്ലേ? ബിക്കോസ് എല്ലാതും അതിൻ്റെ 2 സൈഡ്സ് എന്ന് പറയുന്നത് റേഡിയസ് ആയിട്ടാണ് വരുന്നത്. AO എന്ന് പറഞ്ഞാലും BO എന്ന് പറഞ്ഞാലും OC എന്ന് പറഞ്ഞാലും ഒക്കെ ഈക്വലാണ്. കാരണം ഒരു വൃത്തത്തിൻ്റെ ആരങ്ങളാണ് ഇവയെല്ലാം. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ട്രയാങ്കിൾ ഏതൊക്കെ? ട്രയാങ്കിൾ AOB, ട്രയാങ്കിൾ AOC, ട്രയാങ്കിൾ BOC എന്നിവ സമപാർശ്വ ത്രികോണങ്ങളാണ്, അല്ലെങ്കിൽ ഐസോസെലസ് ട്രയാങ്കിൾസ് ആണ് അല്ലേ? ഓക്കെ, ഐസോസെലസ് ട്രയാങ്കിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാം. ഇതിലിപ്പോൾ നമുക്ക് ഒരു ആംഗിൾ 20 ഡിഗ്രി തന്നിട്ടുണ്ട് അല്ലേ? ആംഗിൾ OBA is equal to 20 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ OAB ഷുഡ് ബി ഓൾസോ is equal to 20 ഡിഗ്രി. കാരണം എന്താണ്? OBയും AOയും കൂടി ഈക്വൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ 20 ഡിഗ്രി. സിമിലർലി ട്രയാങ്കിൾ AOC എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രയാങ്കിൾ AOCയിൽ എങ്ങനെയുണ്ട്? ആംഗിൾ C 30 ഡിഗ്രി തന്നിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ A വിൽ ബി ഓൾസോ is equal to 30 ഡിഗ്രി. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് വേറൊരു ആംഗിൾ ഇപ്പോൾ ഇതുവഴി നമുക്ക് കിട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആംഗിൾ BAC നോക്കാം അല്ലേ? ആംഗിൾ BAC എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 20 + 30 ആയിരിക്കും. 20 + 30 എത്രയാണ്? 50 ഡിഗ്രി നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ആംഗിൾ BAC എന്ന് പറയുന്നത് BC എന്ന് പറയുന്ന ഈ BC പറയുന്ന കോഡ് സർക്കിളിൽ A എന്നൊരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ഈ 50 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെയിം കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കും? ഈ 50യുടെ ഇരട്ടിയായിരിക്കും അല്ലേ? നമ്മുടെ തിയറം, സർക്കിൾസിൻ്റെ തിയറം പ്രകാരം ഈ 50 ഡിഗ്രിയുടെ ഡബിൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആംഗിൾ BOC നമുക്ക് എന്ത് കിട്ടും? 100 ഡിഗ്രി കിട്ടും അല്ലേ? ആംഗിൾ BOC ഈസ് 2 ടൈംസ് ദി ആംഗിൾ BAC. ദാറ്റ് ഈസ് 2 ×
50 വിച്ച് ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി അല്ലേ. അപ്പോൾ നമുക്ക് ആംഗിൾ BOC 100 ഡിഗ്രിന്ന് കിട്ടും. ഇനി നോക്കൂ, നമുക്ക് ആംഗിൾസ് OBCയും OCBയും കൂടി കിട്ടാനുണ്ട്. ഓക്കെ, ഈ ഒരു ട്രയാങ്കിളിൻ്റെയും പ്രത്യേകത എന്താണ്? അതും ഒരു ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലേ. ട്രയാങ്കിൾ BOC ഈസ് ഓൾസോ ഈസ് എ ഐസോസിലസ് ട്രയാങ്കിൾ. അത് BOC എന്ന് പറയുന്ന ത്രികോണം സമപാർശ്വ ത്രികോണമാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ OBC ഈസ് ഈക്വൽ ടു ആംഗിൾ OCB. ആംഗിൾ OBCയും ഈ ഒരു ആംഗിളും ആംഗിൾ OCBയും ഈക്വലാന്ന് നമുക്ക് എഴുതാം. പിന്നെ അത് കാരണം എന്താണ്? OBയും OCയും ഈക്വൽ ആയതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ആ ട്രയാങ്കിൾ എടുക്കുക. ഇൻ ട്രയാങ്കിൾ OBC എന്ന ത്രികോണത്തിൽ നമുക്ക് അറിയാത്ത ഈ രണ്ട് ആംഗിൾസ് മാത്രമേ അറിയാത്തുള്ളൂ. ഈ രണ്ട് ആംഗിൾസിൻ്റെയും സം എന്ന് പറയുന്നത് 180 നിന്ന് 100 കുറച്ചാൽ കിട്ടുന്നതാണ് അല്ലേ. ബിക്കോസ് മൂന്ന് ആംഗിൾസിൻ്റെയും ആംഗിൾ O പ്ലസ് ആംഗിൾ B പ്ലസ് ആംഗിൾ C ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ. എല്ലാം ത്രികോണത്തിൻ്റെ അന്തര കോണുകളുടെ എല്ലാം തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾസ് ആർ 180 ഡിഗ്രി. അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊരു ആംഗിൾ B പ്ലസ് ആംഗിൾ OBC ട്രയാങ്കിൾ OBC ആംഗിൾ OBC പ്ലസ് ആംഗിൾ OCB ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 100. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 80 ഡിഗ്രി. ഓക്കെ, OBC B പ്ലസ് C ഈസ് ഈക്വൽ ടു 80 എന്ന് കിട്ടി. നമുക്കറിയാം ആംഗിൾ OBC ഈസ് ഈക്വൽ ടു ആംഗിൾ OCB അല്ലേ. ഇത് രണ്ടും ഈക്വൽ ആണെന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ടോട്ടൽ, ഇതിൻ്റെ അഡീഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 80 ആണെന്നുള്ളതും കിട്ടി. സോ അപ്പോൾ ഒറ്റ ആംഗിൾ ഏതായിരിക്കും? ആംഗിൾ OBC എന്ന് പറഞ്ഞാൽ എത്ര വെക്കാം? 80/2 ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി അല്ലേ. അതേപോലെ തന്നെ മറ്റേ ആംഗിൾ എന്തായിരിക്കും? 40 ഡിഗ്രി ആയിരിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിലെ വലിയ ട്രയാങ്കിളായ ട്രയാങ്കിൾ ABCയിലെ ആംഗിൾസ് ഏതൊക്കെയാണ്? 20 + 30 50 ഡിഗ്രി, 20 + 40 60 ഡിഗ്രി, 30 + 40 70 ഡിഗ്രി. അതേപോലെ തന്നെ ട്രയാങ്കിൾ OBC, ചെറിയ ട്രയാങ്കിളായ OBCയിലെ O എന്ന് പറയുന്നത് 100 ആണ്, B എന്ന് പറഞ്ഞാൽ 40 ആണ്, C എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രിയാണ്. ഇതേപോലെ തന്നെ നെക്സ്റ്റ് പിക്ചർ നോക്കുക. അതിൽ ഇതേപോലെ നമ്മൾ Oയും Bയും ജോയിൻ ചെയ്യും. അതിൽ തന്നിരിക്കുന്ന രണ്ട് ആംഗിൾസ്, ആംഗിൾ OAC 40 ഡിഗ്രി, ആംഗിൾ BCO 30 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. അതായത് ട്രയാങ്കിൾ AOC എടുത്ത് നോക്കുക. ട്രയാങ്കിൾ AOC എടുത്താൽ അതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്, അതൊരു സമപാർശ്വ ത്രികോണമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാവും ആംഗിൾ OCA ഈസ് ഓൾസോ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. OCAയും കൂടി 40 ഡിഗ്രി ആയിരിക്കും കിട്ടുക. ഓക്കെ, ദെൻ കാരണം OCയും OAയും ഈക്വൽ ആണ് അല്ലേ. OCയും OAയും റേഡിയസ് ആയതുകൊണ്ട് നമുക്കിതൊരു ഐസോസിലസ് ട്രയാങ്കിളാണ്. അതുകൊണ്ട് ഇതും 40 ഡിഗ്രി നമുക്ക് കിട്ടും. ഓക്കെ, അപ്പം നമുക്ക് ഇനി ആംഗിൾ AOC കണ്ടുപിടിക്കാൻ ഈസി അല്ലേ. AOC ഈസ് ഈക്വൽ ടു 180 മൈനസ് 40 പ്ലസ് 40. 180 മൈനസ് 40 പ്ലസ് 40 ഈസ് ഈക്വൽ ടു 100 അല്ലേ. അതായത് ആംഗിൾ AOC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ഡിഗ്രിയാണ്. ഓക്കെ, സിമിലർലി ട്രയാങ്കിൾ BOC എടുക്കുക. ട്രയാങ്കിൾ BOC എടുക്കുമ്പോൾ നമുക്കറിയാം BOC ഈക്വൽ ടു OC. അതുകൊണ്ട് തന്നെ ആംഗിൾ OCB ഈസ് ഈക്വൽ ടു ആംഗിൾ OBC. സോ ആംഗിൾ OBC എന്ന് പറയുന്നതും 30 ഡിഗ്രി ആയിരിക്കും, കാരണം BOയും OCയും ഈക്വൽ ആണ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ നിന്ന് വേറെ നമ്മുടെ സർക്കിൾസിൻ്റെ തിയറം പ്രകാരം നമുക്ക് ഈ സെൻട്രൽ ആംഗിൾ 100 ആയതുകൊണ്ട് AC ഉണ്ടാക്കുന്ന B എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 100/2 ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് ആംഗിൾ ABC ഈസ് ഈക്വൽ ടു 100/2 വിച്ച് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഓക്കെ, അതായത് 50 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ആംഗിൾ ABC ആണ്. ABC 50 ഡിഗ്രിയാണ് അല്ലേ. ഇത് മൊത്തം ഈ ആംഗിൾ ABC 50 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആംഗിൾ ABO എത്ര ആയിരിക്കും? ആംഗിൾ ABO അതെ ഇത് മാത്രം അത് എത്ര ആയിരിക്കും? 50 മൈനസ് 30 ചെയ്യാമല്ലോ. 50 മൈനസ് 30 ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ദെൻ ഇൻ ട്രയാങ്കിൾ OBA എടുത്തു കഴിഞ്ഞാൽ അതും ഒരു ഐസോസിലസ് ട്രയാങ്കിളാണ്.
ട്രയാങ്കിൾ ഒ ബി എ എന്ന് പറയുന്നത് ഐസോസിലസ് ട്രയാങ്കിളാണ്. കാരണം ഒ ബി ഈസ് ഈക്വൽ ടു ഒ എ. അതുകൊണ്ട് തന്നെ ആംഗിൾ ഒ ബി എ ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ എ ബി വിച്ച് ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി. രണ്ടും 20 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാ ആംഗിൾസും കിട്ടി. അപ്പോൾ വലിയ ട്രയാങ്കിൾ ഏതാണ്? ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 20 + 40 = 60 degree. Angle B is equal to 50 degree and angle C is equal to 30 + 40 = 70 degree. അതേപോലെ തന്നെ ട്രയാങ്കിൾ, ചെറിയ ട്രയാങ്കിൾ എടുക്കുക. ട്രയാങ്കിൾ ഒ എ സി. ട്രയാങ്കിൾ ഒ എ സിയിൽ ആംഗിൾ ഒ ഈസ് ഈക്വൽ ടു 100 ഡിഗ്രി, ആംഗിൾ എ ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി, ആംഗിൾ സി ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി എന്ന് കിട്ടും. ഇനി ഇതിൽ അടുത്ത ഫിഗർ നോക്കാം. ഇതിൽ ട്രയാങ്കിൾ ഒ ബി സി കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ ഒ ബി സി എന്ന് പറയുന്നത് എന്താണ്? സമപാർശ്വ ത്രികോണമാണ്, അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിളാണ്. കാരണം ഒ ബി ഈസ് ഈക്വൽ ടു ഒ സി, രണ്ടും റേഡിയസ് ആണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ ഈക്വലായിട്ട് വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ ഒ സി ബിയും ആംഗിൾ ഒ ബി സിയും ഈക്വൽ ആണ് അല്ലേ? അപ്പോൾ നമുക്കറിയാം ഇൻ എ ട്രയാങ്കിൾ ആംഗിൾ ഒ പ്ലസ് സി പ്ലസ് ബി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ ഒ 70 ഡിഗ്രി ആണെന്നറിയാം. അപ്പോൾ ബി പ്ലസ് സി, ആംഗിൾ ഒ സി ബി പ്ലസ് ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 70 ഡിഗ്രിയാണ്, ഈക്വൽ ടു 180. ഇനി രണ്ടും ഈക്വൽ ആംഗിൾസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആംഗിൾ ഒ സി ബി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ ബി സി ഈസ് ഈക്വൽ ടു 110/2, അതായത് 55 ഡിഗ്രി വീതമായിരിക്കും അല്ലേ? ഇത് രണ്ടും ഈക്വലാണ്. ഇത് രണ്ടും ആഡ് ചെയ്താൽ നമുക്ക് 110 കിട്ടുക. രണ്ടും തുല്യമായതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന് 55 എന്ന് കൊടുക്കാം അല്ലേ? ഇനി നെക്സ്റ്റ് ട്രയാങ്കിൾ എ ഒ സി കൺസിഡർ ചെയ്യാം. ഇതിൽ ഒ എ ഈസ് ഈക്വൽ ടു ഒ സി അല്ലേ? ഒ എ ഈസ് ഈക്വൽ ടു ഒ സി ആണ്. അതും ഒരു സമപാർശ്വ ത്രികോണമാണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ ഒ എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി എ. ആംഗിൾ ഒ എ സി ഈസ് ഈക്വൽ ടു ആംഗിൾ ഒ സി എ. അതെന്ന് പറഞ്ഞാൽ എത്രയാണ്? 180 നിന്ന് 40 കുറക്കുക, അതിന് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? 180 40 കുറച്ച് 140/2, അതായത് 70 ഡിഗ്രി. രണ്ടും 70 ഡിഗ്രി വീതം നമുക്ക് കിട്ടും. 70. ഓക്കെ, നൗ ഇനി നമുക്ക് ഇതുവരെയും കിട്ടി. ഇനി നമുക്ക് ട്രയാങ്കിൾ എ ബി സിയിലത്തെ ആംഗിൾസും ട്രയാങ്കിൾ ഒ ബി സിയിലത്തെ ആംഗിൾസും ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. നമ്മൾ ട്രയാങ്കിൾ ഒ ബി സിയിലത്തെ ആംഗിൾസ് ഓൾറെഡി കണ്ടുപിടിച്ചു. 70, 55 എന്ന് കണ്ടുപിടിച്ചു. ഇനി ആംഗിൾ എ ബി സിയിലത്തെ ആംഗിൾസ് കണ്ടുപിടിക്കുന്നുണ്ട്. അപ്പോൾ ഇനി ട്രയാങ്കിൾ എ ബി സി കൺസിഡർ ചെയ്യാം. അതിൽ ആംഗിൾ എ ബി സി എടുത്ത് നോക്കുക. ആംഗിൾ എ ബി സി ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഈ എ സി എന്ന് പറയുന്ന കോഡ് സർക്കിളിൽ ബി എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് അല്ലേ? അപ്പോൾ ഈ എ സി എന്ന് പറയുന്ന കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണെന്നുള്ളത് നോക്കുക. എ സി എന്ന് പറയുന്ന കോഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 40 ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ ഹാഫ് ആയിരിക്കും എത്ര? എ സി എന്ന സെയിം കോഡ് സെൻറ്ററിൽ ഓൺ ദി സർക്കിളിൽ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന അതിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളുടെ പകുതി ആയിരിക്കും അല്ലേ? അപ്പോൾ ആംഗിൾ എ ബി സി വിൽ ബി ഈക്വൽ ടു ആംഗിൾ എ ഒ സി ബൈ 2. ഓക്കെ, ദാറ്റ് ഈസ് 40/2 വിച്ച് ഈസ് 20 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 20 ഡിഗ്രിയാണ്. ദെൻ നമുക്ക് എന്താണ് ഇനി അറിയേണ്ടത്? ട്രയാങ്കിൾ എ ബി സി എടുത്തു കഴിഞ്ഞാൽ ആംഗിൾ സി അറിയണം അല്ലേ? ആംഗിൾ എ സി ബി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 70 + 55 ആണ് അല്ലേ? അത് 125 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ ഒരു ആംഗിൾ 20 ഡിഗ്രി കിട്ടി. ആംഗിൾ ബി 20 ഡിഗ്രി കിട്ടി. ആംഗിൾ സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 ഡിഗ്രി കിട്ടി. അപ്പോൾ ഇനി മറ്റേ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? 180 - 20 + 125 ചെയ്താൽ പോരെ? യെസ്, ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു, അതായത് ആംഗിൾ എ എന്ന് പറയുന്നത്, ട്രയാങ്കിൾ എ ബി സിയിലെ ആംഗിൾ എ എന്ന് പറയുന്നത്, അതായത് ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് 180 - 20 + 125 ആണ്.
180 minus 145 which is equal to 35 degree. അപ്പോൾ നമുക്ക് ആംഗിൾ എ ബി സിയിലത്തെ 3 ആംഗിൾസ് കണ്ടുപിടിച്ചു. ട്രയാങ്കിൾ എ ബി സിയിലത്തെ 3 ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു 20 ഡിഗ്രി, ആംഗിൾ എ സി ബി ഈസ് ഈക്വൽ ടു 125 ഡിഗ്രി, ആംഗിൾ ബി എ സി ഈസ് ഈക്വൽ ടു 35 ഡിഗ്രി എന്ന് നമുക്ക് കിട്ടും. അതേപോലെ ട്രയാങ്കിൾ ഒ ബി സിയിലത്തെ ആംഗിൾസ് ഏതൊക്കെയാണ്? ആംഗിൾ സി ഒ ബി എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്, ആംഗിൾ ഒ സി ബി എന്ന് പറയുന്നത് 55 ഡിഗ്രിയാണ്, ആംഗിൾ ഒ ബി സി എന്ന് പറയുന്നത് 55 ഡിഗ്രിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ചിത്രത്തിൽ ഒരു ക്ലോക്കിൽ 1, 2, 4 എന്നീ സംഖ്യകൾ യോജിപ്പിച്ച് ഒരു ത്രികോണം വരച്ചിരിക്കുന്നു. ഈ ത്രികോണത്തിലെ കോണുകൾ കണക്കാക്കുക. ക്ലോക്കിലെ സംഖ്യകൾ യോജിപ്പിച്ച് എത്ര സമഭുജ ത്രികോണങ്ങൾ ഉണ്ടാക്കാം? The number 1, 4, 8 on a clock's face are joined to make a triangle. Calculate the angles of this triangle. How many equilateral triangles can we make by joining numbers on the clock's face? അപ്പോൾ നമുക്കൊരു ക്ലോക്കാണ് തന്നിട്ടുള്ളത്. ആ ക്ലോക്കിൽ എന്തുണ്ട്? ഒരു ചെറിയ ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ആ ട്രയാങ്കിളുടെ ആംഗിൾസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ, നമുക്കറിയാം ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എ സർക്കിൾ. അതൊരു സർക്കിളാണ് അല്ലേ? ക്ലോക്കിൽ ഈ പറയുന്ന 1, 2, 3, 4, 5, 6 അപ് ടു 12 നമ്പേഴ്സ് ഉണ്ട്. അതായത് 12 ഈക്വൽ പാർട്സ് ആയിട്ടാണ് ഒരു ക്ലോക്കിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ക്ലോക്കിനെ 12 തുല്യമായ ഭാഗങ്ങളായിട്ടാണ് വീതിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 1, 2, 3, 4, 5, 6 എന്നിങ്ങനെ ഉള്ള ഈ നമ്പേഴ്സ്, ക്ലോക്കിലത്തെ നമ്പേഴ്സിനെ നമുക്ക് ഈ ഒരു സർക്കിളിൻ്റെ മുകളിലുള്ള ഒരു പോയിൻ്റായിട്ട് സങ്കല്പിച്ചാലോ? അങ്ങനെ സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ 1, 2, 3, 4, 5, 6 എന്നൊക്കെയുള്ള ഓരോ പോയിൻറ്റ്സും ഈ ക്ലോക്ക് ഒരു സർക്കിളായിട്ടും ഈ പറയപ്പെടുന്ന പോയിൻറ്റ്സൊക്കെ ഈ സർക്കിളിൽ വരുന്ന പോയിൻറ്റ്സ് ആയിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഈ സർക്കിളിൽ 12 ഈക്വൽ പാർട്സ് ഉണ്ട് എന്ന് പറയാം. ഈ ഈക്വൽ പാർട്സ് എന്ന് പറയുന്നത് എന്താണ്? ചാപാണ് അല്ലേ? വൃത്തത്തിൻ്റെ ചാപങ്ങളാണ് അല്ലേ? ഇപ്പോൾ 1 മുതൽ 2 വരെയുള്ള ഈ ഒരു ആർക്കിനെ ഇതൊരു ആർക്കായിട്ട് കണ്ടുകൂടെ അല്ലേ? അല്ലെങ്കിൽ അത് ഈ വൃത്തത്തിലെ ചാപമായിട്ട് കണ്ടുകൂടെ? അതേപോലെ തന്നെ 2 മുതൽ 3 വരെ നമ്മൾ ഉള്ളത് ഈ 2, 3 എന്ന പോയിൻറ്റ്സ് നമ്മൾ യോജിപ്പിച്ച് അതൊരു ചാപമായി മാറി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വൃത്തത്തിനെ എത്ര ചാപങ്ങളാക്കി മാറ്റാൻ പറ്റും? 12 തുല്യ അളവുകളിലുള്ള ചാപങ്ങളാണ് അല്ലേ ഈ ഒരു വൃത്തത്തിലുള്ളത്, ഈ ക്ലോക്ക് ആകുന്ന ഈ വൃത്തത്തിലുള്ളത്. അതായത് ഈ ക്ലോക്ക് ആകുന്ന ഈ ഒരു സർക്കിളിൽ 12 ഈക്വൽ ആർക്സ് ആർ ദെയർ. ഓക്കെ ദെൻ ഇനി നമ്മൾ 12 എന്നുള്ളൊരു പോയിൻ്റ്, ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കുകയാണ്, എന്നൊരു റേഡിയസ് വരക്കുകയാണ്. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ആംഗിൾ, ഈ അറൗണ്ട് ദിസ് ആംഗിൾ, ഈ ഒരു ലൈനിന് ചുറ്റുമുള്ള ഈ ഒരു ആംഗിളിന് അല്ലേ, ഈ ഒരു സെൻറ്റർ, ഇതാണ് സെൻറ്റർ പോയിൻറ്റ്. സെൻറ്റർ നമുക്ക് O എന്ന് പറയാം. അപ്പോൾ ഈ ഒരു സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് വരക്കുന്ന ഒരു റേഡിയസ്, സർക്കിളിലേക്ക് ഒരു റേഡിയസ് വരച്ചു. ഈ ഒരു ലൈൻ സെഗ്മെൻറ്റിന് ചുറ്റുള്ള ആംഗിളിൽ നമുക്ക് എത്ര ഡിഗ്രിയാണെന്ന് പറയാം? ടോട്ടൽ 360 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഏതൊരു പോയിൻറ്റിനെയും ചുറ്റുമുള്ള ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി അറൗണ്ട് അല്ലേ? അപ്പോൾ ഈ ഒരു 360 ഡിഗ്രീനെ അപ്പോൾ എത്ര ഭാഗങ്ങളാക്കി മുറിക്കണം? ഓക്കെ, ഈ 2 പോയിൻറ്റ്സ് എടുക്കുകയാണെന്ന് വെക്കുക. 12 പോയിൻറ്റ്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലത്തെ ഓരോ ആർക്കും അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾസ്, ആ സെൻട്രൽ ആംഗിൾ എത്രയായിരിക്കും? ഒറ്റൊരാർക്ക് അതായത് അടുത്തടുത്തിരിക്കുന്ന 2 പോയിൻറ്റ്സ് എടുക്കുക. സപ്പോസ് 12 1 ഉള്ള പോയിൻറ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൂടെ 2 നമ്മൾ കണക്ട് ചെയ്ത ഒരു ആർക്കാണ് അല്ലേ? ഈ ആർക്ക് സെൻറ്ററിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഈ ഒരു ചാപം വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു കോണിനെ നമ്മൾ എന്താ പറയുക? കേന്ദ്രകോണ് അല്ലേ? ആ കേന്ദ്രകോണിന് എത്ര ഡിഗ്രി ആയിരിക്കും? അത് 360 ഹരിക്കണം 360നെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്താൽ മതി? 12 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ നമുക്ക് 30 ഡിഗ്രി എന്ന് കിട്ടും. ഇതേപോലെ തന്നെ 1, 2 എന്നുള്ള പോയിൻറ്റ്സ് എടുക്കുക. ഈ 2 പോയിൻറ്റ്സും ഇടയിൽ ഉണ്ടാകുന്ന ഈ ഒരു ആർക്ക്, ഈ ഒരു ചാപം ഇതിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന ആ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 360ന് 12 ആയിട്ട് ഭാഗിച്ചാൽ കിട്ടുന്നതാണ് അല്ലേ? അത് 30 ഡിഗ്രി ആയിരിക്കും. അതായത് ഇപ്പോൾ ഓരോ ആർക്കും അല്ലേ, ഓരോന്നിൻ്റെ മെഷർമെൻറ്റ് തുല്യമാണ്. അതുകൊണ്ട് തന്നെ
ഓരോ ചാപവും അതിൻ്റെ കേന്ദ്രത്തിൽ, ഈ ഒരു വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ, ഈ ഒരു ക്ലോക്കിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോണുകൾ 30 ഡിഗ്രി വീതമായിരിക്കും അല്ലേ. ഏത് ഒരു ആംഗിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 30 ഡിഗ്രി ആയിരിക്കും. എങ്ങനെയാണ് അത് കിട്ടിയത്? 360നെ 12 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ മതി. കാരണം 12 ചാപങ്ങളാണുള്ളത്. ടോട്ടൽ 360 ഡിഗ്രിയാണ്. അതിന് 12 ചാപങ്ങൾ ഉണ്ടാകുമ്പോൾ 360/12 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 30 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യത്തിൽ എന്തുണ്ട്? ഒരു ഗ്രീൻ കളറിൽ ഇതിലൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ട് അല്ലേ. ഈ ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ ഓരോ സൈഡ്സും ഈ ഒരു സർക്കിളിൻ്റെ കോഡ്സാണ് അല്ലേ. ഈ ത്രികോണത്തിൻ്റെ ഓരോ വശങ്ങളും ഈ ഒരു വൃത്തത്തിൻ്റെ ഞാണുകളാണ്. ഓക്കെ, ഈ 1 എന്ന പോയിൻറ്റും 4 എന്ന പോയിൻറ്റും പാടെ ജോയിൻ ചെയ്തിട്ടുള്ള ഒരു കോഡാണ് ഈ ട്രയാങ്കിൾ ഒരു സൈഡ് അല്ലേ. 1 എന്ന ബിന്ദുവും 4 എന്ന ബിന്ദുവും കൂടി ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആ ഞാണുണ്ടല്ലോ, ആ ഞാണാണ് ഈ ത്രികോണത്തിൻ്റെ ഒരു വശം. അതേപോലെ തന്നെ മറ്റൊരു വശം എന്ന് പറയുന്നത് 4ഉം 8ഉം ബിന്ദുക്കൾ തമ്മിൽ വരച്ചുണ്ടാക്കിയ ഞാണാണ് അല്ലേ. അപ്പോൾ നമുക്ക് അറിയാം. അപ്പോൾ ഈ ഓരോ ഈ ട്രയാങ്കിളുടെ ഈ ഒരു ത്രികോണത്തിൻ്റെ ഓരോ വശവും അതിൻ്റെ ഈ വൃത്തത്തിൻ്റെ സെൻറ്ററിൽ, ഈ വൃത്തത്തിൻ്റെ കേന്ദ്രത്തിൽ ഉണ്ടാക്കുന്ന കോൺ എത്രയും നമുക്ക് കണക്കാക്കിക്കൂടെ? എങ്ങനെയാണ് കണക്കാക്കുക? അതിനായിട്ട് നമുക്ക് ഈ ട്രയാങ്കിളെ നമുക്ക് 3 ഭാഗമാക്കി മാറ്റാം. എങ്ങനെയാണ് 3 ഭാഗമാക്കി മാറ്റുന്നത്? ഓരോ കോഡിനും, അതായത് ഇതിൻ്റെ ഓരോ സൈഡിൽ നിന്നും നമുക്ക് സെൻറ്ററിലേക്ക് ഓരോ പോയിൻറ്റ്സ് ജോയിൻ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ, നമുക്ക് ഈ ഒരു ആംഗിൾസിന് പേരിട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് സെൻറ്ററിൽ നമ്മൾ ഓന്ന് നെയിം ചെയ്യാം. അപ്പോൾ ആംഗിൾ 104, 1ൽ നിന്നും ABC നമ്മൾ നെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആംഗിൾ AOC, ആംഗിൾ AOC എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമുക്കറിയാം ഈ 1 എന്ന പോയിൻറ്റും 2 എന്ന പോയിൻറ്റും ഇടയിൽ എത്ര ഡിഗ്രി ഉണ്ട്? 30 ഡിഗ്രി ഉണ്ട് അല്ലേ. ഇനി 2ൻ്റെയും 3ൻ്റെയും ഇടയിൽ എത്ര ഡിഗ്രി ഉണ്ട്? +30 അല്ലേ. വീണ്ടും 30 ഡിഗ്രി ഉണ്ട്. 3ൻ്റെയും 4ൻ്റെയും ഇടയ്ക്ക് എത്ര ഉണ്ട്? വീണ്ടും 30 ഡിഗ്രി ഉണ്ട്. അപ്പോൾ ആംഗിൾ AOC എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 3 × 30. കാരണം എന്താണ്? അവിടെ 3 ആർക്സ് ആണല്ലേ ഉള്ളത്, 3 പാർട്സ് ഓഫ് ട്രയാങ്കിൾ. ഒരു പാർട്ടിന് എത്ര ഡിഗ്രി? ഒരു പാർട്ടിൽ അല്ലെങ്കിൽ ഒരു ഭാഗത്തിൽ 30 ഡിഗ്രിയാണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അങ്ങനെ 3 ഭാഗങ്ങളുണ്ട് അല്ലേ. 3 ഭാഗങ്ങൾ ചേർന്നതാണ് ആംഗിൾ AOC എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ത്രികോണത്തിൻ്റെ ഒരു വശം AC എന്ന വശം സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 3 × 30 ആയിരിക്കും. 3 × 30 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? 90 ഡിഗ്രി. അപ്പോൾ നമുക്കത് എത്ര കിട്ടി? 90 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, അത് നമ്മളവിടെ 90 ഡിഗ്രി എന്ന് എഴുതും. ഇനി അതേപോലെ തന്നെ ഈ BC എന്ന വശം നോക്കുക. BC എന്ന വശം സെൻറ്ററിൽ ഉണ്ടാക്കിയ ആംഗിൾ ഏതാ? സെൻട്രൽ ആംഗിൾ, കേന്ദ്ര കോൺ എന്ന് പറയുന്നത് ആംഗിൾ BOC എന്ന കോണാണ്. ആ കോണിൻ്റെ അളവ് എത്ര ആയിരിക്കും? ഇതിൽ എത്ര ഭാഗങ്ങളുണ്ട് നോക്കുക? 1, 2, 3, 4 ഭാഗങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് 4 × 30 ചെയ്യുക. അപ്പോൾ 120 എന്ന് കിട്ടി. 120 എവിടെ വരുന്നത്? 120 എന്നുള്ളത് കേന്ദ്ര കോണാണ്, സെൻട്രൽ ആംഗിളാണ്. BC എന്ന വശം ഉണ്ടാക്കുന്ന സെൻട്രൽ ആംഗിളാണ് 120 എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ ആംഗിൾ AOB നമുക്ക് എഴുതാം. AOBക്ക് ഇടയ്ക്ക് എൻ്റെയും ബിൻ്റെയും ഇടയ്ക്ക് എത്ര ഭാഗങ്ങളുണ്ട്? 1, 2, 3, 4, 5 ഭാഗങ്ങളുണ്ട് അല്ലേ. അപ്പോൾ 5 × 30 എത്രയാണ്? 150. ഓക്കെ, 150 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ബാക്കി ചെയ്തൂടെ? എങ്ങനെയാണ് ചെയ്യുക? നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഈ ഒരു ത്രികോണം, ഈ ABC എന്നുള്ള ഈ ഗ്രീൻ കളർ ട്രയാങ്കിളുടെ ആംഗിൾസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ആംഗിൾ Aയും Bയും Cയും കണ്ടുപിടിക്കണം. നമുക്ക് കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് AB എന്നുള്ള കോഡ് അല്ലെങ്കിൽ AB എന്നുള്ള ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് 150 ഡിഗ്രിയാണ്. അപ്പോൾ AB എന്നുള്ള ആർക്ക് C എന്നൊരു പോയിന്റിൽ അല്ലേ, സർക്കിളിൽ C എന്ന പോയിന്റിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രയായിരിക്കും? 150 / 2. ശരിയല്ലേ? 75 ഡിഗ്രിയാണ് അല്ലേ. 75 ഡിഗ്രി, ഒരു ആംഗിൾ 75 ഡിഗ്രി. അതായത് ആംഗിൾ ACB = 75 ഡിഗ്രി. അതേപോലെ തന്നെ BC എന്നുള്ള സൈഡ് എടുത്ത് നോക്കുക. BC എന്നുള്ളത് ഒരു കോഡാണ്, അല്ലെങ്കിൽ BC എന്നുള്ളത് ഒരു ആർക്കായിട്ട് എടുക്കുക. ആ ആർക്ക് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 120 ഡിഗ്രിയാണ് അല്ലേ. 120 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ഒരു സൈഡ് തന്നെ അത് പോയിൻറ്റ്, സർക്കിളിലൊരു പോയിൻ്റ് A എന്നുള്ളൊരു പോയിൻറ്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? ഈ ആംഗിൾ എത്ര ആയിരിക്കും? 120/2
എത്രയാണ് 60 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി, ആംഗിൾ സി എ ബി ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി. ഇനി അതേപോലെ തന്നെ എ സി എന്നുള്ള സൈഡ് എടുത്ത് നോക്കുക. എ സി എന്നുള്ള സൈഡ് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ അത് ബി എന്ന പോയിന്റ് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ, ഈ ഒരു എ സി സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ബി എന്ന പോയിന്റിൽ ഉണ്ടാക്കുന്നത്. ആ ആംഗിൾ എ ബി സി എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കും? 90/2 വിച്ച് ഈസ് 45 ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ ബി സി ഈക്വൽ ടു 45 ഡിഗ്രി. ആംഗിൾ എ ബി സി ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പോൾ ഏതൊക്കെയാണ് ആംഗിൾസ്? 75, 60 ആൻഡ് 45 ഡിഗ്രി. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ചിത്രത്തിൽ, നമ്മുടെ സർക്കിളിൻ്റെ പിക്ചറിൽ തന്നിട്ടുള്ള ആംഗിൾസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? 75, 60 ആൻഡ് 45 ഡിഗ്രി. ഓക്കെ, നൗ അത് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചു അല്ലേ. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? എത്ര ഇക്വലേറ്ററൽ ട്രയാങ്കിൾസ് നമുക്ക് ഇതിലത്തെ നമ്പേഴ്സ് ജോയിൻ ചെയ്തിട്ട്, ഈ ഒരു പോയിൻറ്റ്സ് ജോയിൻ ചെയ്തിട്ട് ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എത്ര ഇക്വലേറ്ററൽ ട്രയാങ്കിൾസ് മീൻസ് എത്ര സമഭുജ ത്രികോണങ്ങൾ നമുക്ക് ഇതിലത്തെ പോയിൻറ്റ്സ് ജോയിൻ ചെയ്തിട്ട് ഉണ്ടാക്കാം എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇക്വലേറ്ററൽ ട്രയാങ്കിൾസിൻ്റെ പ്രത്യേകത എന്താണ്? അവയുടെ സൈഡ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്കറിയാം നമ്മളിതിൽ 12 പോയിൻറ്റ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഇതിൽ കാൽക്കുലേറ്റ് ചെയ്തു അല്ലേ. ഈ ഒരു സർക്കിളിൽ അല്ലെങ്കിൽ ക്ലോക്ക് ആകുന്ന ഒരു സർക്കിളിൽ 12 പോയിൻറ്റ്സ് ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. 12 പോയിൻറ്റ്സ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇക്വലേറ്ററൽ ട്രയാങ്കിൾ പറഞ്ഞ സൈഡ്സ് ഒക്കെ ഈക്വൽ ആയിരിക്കണം. അപ്പോൾ ഓരോ സൈഡിലും എത്ര ഈക്വൽ പാർട്സ് ഉണ്ടായിരിക്കണം അല്ലേ. അപ്പോൾ 12ന് നമ്മൾ ഒരു ഇക്വലേറ്ററൽ ട്രയാങ്കിൾ, ഒരു ട്രയാങ്കിൾ എത്ര സൈഡ് ഉണ്ട്? 1 ട്രയാങ്കിൾ. വൺ ട്രയാങ്കിളിൽ എത്ര സൈഡ് ഉണ്ട്? 3 സൈഡ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ 12 ഭാഗങ്ങൾ 3 സൈഡ്സിൽ വീതിക്കുമ്പോൾ 12/3, അതായത് 4 പാർട്സ് അല്ലേ. അതായത് ഒരു ക്ലോക്കിൻ്റെ 4 പാർട്സും കൊണ്ട് നമുക്ക് ഒരു സൈഡ് ഉണ്ടാക്കാം എന്നാണ് പറയുന്നത്. അതായത് 4 പാർട്സ് പറയുമ്പോൾ സപ്പോസ് 12 മുതൽ ഒരു പാർട്ട് എടുക്കുകയാണെങ്കിൽ ഇതൊരു പാർട്ടാണെന്നുണ്ടെങ്കിൽ 1, 2, 3, 4. ഈ 12 മുതൽ 4 വരെ നമുക്കൊരു പാർട്ടായിട്ട് എടുക്കാം അല്ലേ. അപ്പോൾ 12, 4 ജോയിൻ ചെയ്യാം. ഇനി അത് കഴിഞ്ഞാൽ 4 കഴിഞ്ഞാൽ 5, 6, 7, 8. 1, 2, 3, 4. വീണ്ടും 4 എടുക്കാം അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത ആംഗിൾ എവിടെ വരിക? അടുത്ത സൈഡ് ഇവിടെ 4ഉം 8ഉം കൂടി ജോയിൻ ചെയ്യും. 12 4ലേക്ക്, 4 8ലേക്ക്, ബാക്കി എത്ര? 1, 2, 3, 4 അല്ലേ. ഇപ്പോൾ 12, 4, 8. 12ഉം 4ഉം 8ഉം കൂടി ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാം. 12, 4, 8. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1ൽ നിന്നാണ് തുടങ്ങുന്നത് എന്നുണ്ടെങ്കിലോ 1ൽ നിന്നാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ 1 കഴിഞ്ഞാൽ 2, 3, 4, 5 അല്ലേ. 1, 2, 5 നമ്മളൊരു ലൈൻ വരക്കുക. 5 കഴിഞ്ഞാൽ 6, 7, 8, 9. 5 to 9 ആൻഡ് 9 കഴിഞ്ഞാൽ 10, 11, 12, again 1. അപ്പോൾ ഇത് നെക്സ്റ്റ് ട്രയാങ്കിൾ അല്ലേ. അതായത് 1, 5, 9 എന്ന പോയിൻറ്റ്സ് വെച്ചിട്ട് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കാം. ഇനി അടുത്ത ട്രയാങ്കിൾ എങ്ങനെയാണ് വരിക? അടുത്ത ട്രയാങ്കിൾ നമുക്ക് 2ൽ നിന്ന് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ 2 കഴിഞ്ഞാൽ 3, 4, 5, 6. 2 to 6, 6 to 10, 10 to 2. അപ്പോൾ നമുക്ക് അടുത്ത ട്രയാങ്കിൾ 2, 6, 10 അല്ലേ. അത് കഴിഞ്ഞാൽ ട്രയാങ്കിൾ 3ന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 3 to 7, 7 to 11 and 11 to again 3. അപ്പോൾ 3, 7, 11. അത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? 4ൽ നിന്ന് തുടങ്ങാം. അപ്പോൾ നമുക്ക് 4ൽ നിന്ന് തുടങ്ങിയാൽ 4, 8, 12. 4, 8, 12 നമ്മൾ ഓൾറെഡി ആദ്യം കൺസ്ട്രക്ട് ചെയ്ത ട്രയാങ്കിൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് 4 ഈക്വലേറ്ററൽ ട്രയാങ്കിൾ കണ്ടുപിടിക്കാം. അതായത് 1, 5, 9 എന്ന് പറഞ്ഞാൽ ഓരോ നമ്പേഴ്സാണ്, ക്ലോക്കിലെ നമ്പേഴ്സാണ്. 1, 5, 9 ജോയിൻ ചെയ്തിട്ട് ഒരു ഈക്വലേറ്ററൽ ട്രയാങ്കിൾ ഉണ്ടാക്കാം. അതുപോലെ 2, 6, 10, 3, 7, 11, 4, 8, 12. ടോട്ടൽ 1, 2, 3, 4.
4 ഇക്വലേറ്ററൽ ട്രയാങ്കിൾസ് നമുക്കിങ്ങനെ ഒരു ക്ലോക്കിൻ്റെ നമ്പേഴ്സ് പോയിൻറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്പേഴ്സിനെ കണക്ട് ചെയ്തിട്ട് 4 ഇക്വലേറ്ററൽ ട്രയാങ്കിൾസ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ പറഞ്ഞിരിക്കുന്ന ഓരോ കണക്കിലും ഒരു വൃത്തവും അതിലൊരു ചാപവും വരച്ച് വൃത്തത്തെ 2 ഭാഗങ്ങളാക്കണം. ഭാഗങ്ങൾ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ ആയിരിക്കണം. In each problem below, draw a circle and a chord to divide it into 2 parts such that the parts are as specified. അപ്പോൾ ആദ്യത്തതിൽ all the angles in one part should be 80 degree. അതായത് ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം 80 ഡിഗ്രി ആയിരിക്കണം. ഒരു ഭാഗത്തിലെ കോണുകളെല്ലാം 80 ഡിഗ്രി ആവുന്ന രീതിയിൽ ഒരു സർക്കിൾ വരക്കുക അല്ലേ. ഒരു സർക്കിളും ഒരു കോഡും വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആ മൂന്നാമത്തെ ചോദ്യത്തിലെ ഭാഗം 1ലേക്ക് കടക്കാം. അപ്പോൾ ഇതെങ്ങനെ വരക്കും? ഒരു സർക്കിൾ വരക്കുക, ജസ്റ്റ് സർക്കിൾ വരക്കുക, എന്നിട്ട് അതിനെന്ത് ചെയ്യാം, അതിന് നമ്മൾ റേഡിയസ് ഒന്ന് വരക്കുക, റേഡിയസ് മാർക്ക് ചെയ്യുക. നമുക്ക് റേഡിയസ് വരക്കാനും ഈസിയാണ്. റേഡിയസിന് ഒരു സെൻട്രൽ പോയിൻറ്റ് നെയിം ചെയ്യാം, ഒന്ന് നെയിം ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരു പാർട്ടിലെ ആംഗിൾസ് ഒക്കെ 80 ഡിഗ്രി ആയിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു പാർട്ടിൽ 80 ഡിഗ്രി ആയിരിക്കും എന്നുണ്ടെങ്കിൽ അതിൻ്റെ സെൻട്രൽ ആംഗിൾ അല്ലേ, സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 80 × 2 ആയിരിക്കും അല്ലേ, 160 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് സെൻട്രൽ പോയിന്റിൽ വെച്ചിട്ട് 160 ഡിഗ്രിയിൽ വേറൊരു ആംഗിളും കൂടി വരക്കാം. 160 ഡിഗ്രിയിൽ നമുക്കിവിടെ ആംഗിൾ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? ഇവിടെ 160 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു കോഡാക്കിയിട്ട് നമുക്കിത് ജോയിൻ ചെയ്യാം. എ ബി എന്ന് നെയിം ചെയ്യാം. ഇനി ഈ ഒരു കോഡ് നമ്മൾ സർക്കിളിൽ ഏതൊരു പോർഷനിൽ ഉണ്ടാക്കുന്ന ആംഗിൾസും എത്രയായിരിക്കും? 80 ഡിഗ്രി ആയിരിക്കില്ലേ. നമുക്ക് സെൻട്രൽ ആംഗിൾ 160 ഡിഗ്രി വരച്ച് കഴിഞ്ഞാൽ ഈ ഏതൊരു പോയിന്റിലും, സർക്കിളിൽ ഏതൊരു പോയിന്റിലും, അല്ലെങ്കിൽ ഈ എ ബി എന്നുള്ള കോഡ് ഒരു പാർട്ടായിട്ട് 2 പാർട്സായിട്ട് ഈ സർക്കിളിനെ ഡിവൈഡ് ചെയ്തു ഒരു പാർട്ടിൽ എങ്ങനെ വരച്ചാലും ഏതൊരു പോയിന്റിലൂടെ ആംഗിൾ എടുത്ത് വരച്ചാലും എത്രയാണ് കിട്ടുക? 80 ഡിഗ്രി കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് 160 ഡിഗ്രി ഒരു സെൻട്രൽ ആംഗിൾ, കേന്ദ്ര കോണ് 160 ഡിഗ്രി ആവുന്ന രീതിയിൽ ഒരു കോഡ് വരച്ചാൽ മതി അല്ലേ. ഇനി അതിലെ ഭാഗം 2, ഓൾ ദി ആംഗിൾസ് ഇൻ വൺ പാർട്ട് വിൽ ബി 110 ഡിഗ്രി. ഒരു ഭാഗത്തെ കോണുകളെല്ലാം 110 ഡിഗ്രി ആയിരിക്കണം അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇതിന് സെൻട്രൽ ആംഗിൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ എത്ര വരും? 110 × 2 ചെയ്ത 220 അല്ലേ. അപ്പോൾ 220 എന്നുള്ളത് നമ്മൾ പ്രൊട്രാക്ടറിൽ മെഷർ ചെയ്തിട്ട് വരക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് 220നേക്കാൾ 360 - 260 ചെയ്ത് നോക്കാം. 360 - 220 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 140 ഡിഗ്രി. 140 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരുന്ന രീതിയിൽ, കേന്ദ്രകോണ് വരുന്ന രീതിയിൽ നമുക്കൊരു സർക്കിൾ വരച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ റേഡിയസ് വരക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, 140 ഡിഗ്രി വരുന്ന രീതിയിൽ ഒരു സെൻട്രൽ ആംഗിൾ വരക്കുക. ഇതെത്രയാണ്? 140 ഡിഗ്രി അല്ലേ. ഇത് 140 ഡിഗ്രി ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 220 ഡിഗ്രി അല്ലേ. അപ്പോൾ 220 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരുന്ന ഒരു കോഡ് അതിൻ്റെ മറുചാപത്തിൽ അല്ലേ, അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? നമ്മൾ ക്വസ്റ്റ്യനിൽ തന്ന പോലെ 110 ഡിഗ്രി ആയിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ എന്നിട്ട് നമ്മൾ 140 ഡിഗ്രി സെൻട്രൽ ആംഗിൾ എടുത്താലും മതി. ഏതെങ്കിലും മെഷർമെൻറ്റിനെ മെഷർ ചെയ്യാനുള്ള കൺസ്ട്രക്ഷൻ്റെ ബുദ്ധിമുട്ട് കാരണം കൊണ്ട് നമുക്ക് 360 - 260 ചെയ്ത് 140 ഡിഗ്രി സെൻട്രൽ ആംഗിൾ എടുത്താൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്താൽ അത് രണ്ടും ജോയിൻ ചെയ്ത് കോഡ് ഫോം ചെയ്തു അല്ലേ. ഇനി ഈ ഒരു കോഡ് അടുത്ത നമ്മുടെ മറ്റു പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾസൊക്കെ എത്ര ആയിരിക്കും? 140. ഈ ആംഗിൾ എത്ര ആയിരിക്കും? 70 ഡിഗ്രി ആയിരിക്കും അല്ലേ. 140ൻ്റെ പകുതി ആയിരിക്കും അല്ലേ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ എ ബി എന്നൊരു കോഡ് ഇതിന് നെയിം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഡ് അല്ലെങ്കിൽ ഈ ഒരു ആർക്ക് എ ബി എന്നുള്ള ചാപം അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്നത് 70 ഡിഗ്രിയാണ്. എ ബി എന്ന ആർക്ക് അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 70 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ അത് ആ ആർക്കിൽ തന്നെ സെയിം ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? ദീസ് 2 ആംഗിൾസ് ആർ സപ്ലിമെൻ്ററി അല്ലേ, അനുപൂരകമാണ്. അതുകൊണ്ട് തന്നെ 180 - 70 ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് 110 ഡിഗ്രി കിട്ടും. മാത്രമല്ല ഇവിടെ ഏതൊരു ആംഗിൾ വരച്ചാലും നമുക്ക് 110 ഡിഗ്രി തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇങ്ങനെ വരച്ചാൽ മതി. ജസ്റ്റ് സെൻട്രൽ ആംഗിൾ 140 ഡിഗ്രി ആവുന്ന രീതിയിൽ നമുക്ക് കോഡ് നമ്മൾ സർക്കിൾ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് 110 ഡിഗ്രി ആംഗിൾസ് ഒരു പാർട്ടിൽ വരുന്ന ഒരു സർക്കിൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ഇനി മൂന്നാമത്തെ ഭാഗം നോക്കുക. മൂന്നാമത്തെ കണ്ടീഷൻ തന്നിട്ടുള്ളത് ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ പകുതിയായിരിക്കും. ഓൾ ആംഗിൾസ് ഇൻ വൺ പാർട്ട് ഓഫ് എ സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ഓൾ ആംഗിൾസ് ഓൺ ദി അതർ പാർട്ട്. അല്ലേ, സർക്കിളിൽ 2 പാർട്ട് ഉണ്ട്. ആ പാർട്ടിൽ ഒരു പാർട്ടിൽ ഉണ്ടാക്കിയ ആംഗിൾ അല്ലെങ്കിൽ ഒരു ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിളൊക്കെ അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കിയ ആംഗിൾസിൻ്റെ പകുതി ആയിരിക്കണം. അപ്പോൾ ഇത് പിക്ചർ വിൽ ബി ലൈക്ക് ദീസ്. അതായത് ഇങ്ങനെ ഇതിപ്പോൾ ഒരു ആംഗിൾ ആണെന്നുണ്ടെങ്കിൽ, ഇതൊരു എക്സ് ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ഇത് 2x ആയിരിക്കണം അല്ലേ. അത് ഒരു സർക്കിളിൽ ഇപ്പോൾ ഇതൊരു കോഡാണെന്ന് വിചാരിക്കുക, AB എന്നുള്ളത് ഒരു കോഡാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ കോഡ് അല്ലെങ്കിൽ ഈ AB എന്നുള്ള ഒരു ആർക്ക് ഈ പോയിൻ്റ് Pയിൽ ഉണ്ടാക്കുന്ന APB എന്ന് പറയുന്നത് x ആണെന്നുണ്ടെങ്കിൽ എങ്കിൽ AQB മറ്റൊരു ആർക്കിൽ, അതിൻ്റെ ആൾട്ടർനേറ്റ് ആർക്കാണിത് അല്ലേ. ആൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 2x ആയിരിക്കണം. ഒരു പാർട്ടിലുണ്ടാക്കിയ ആംഗിൾ മറ്റൊരു പാർട്ടിൻ്റെ പകുതി ആയിരിക്കണം. ഓക്കെ, നമ്മളിതിന് ജസ്റ്റ് നമ്മൾ ആംഗിൾസ് അറിയാത്തതുകൊണ്ട് നമ്മൾ എക്സെന്നും 2x എടുക്കുകയാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഒരേ ആർക്ക് അതിൻ്റെ ആ സെയിം ആർക്കിലും ആൾട്ടർനേറ്റ് ആർക്കിലും പാടെ ഉണ്ടാക്കുന്ന ആംഗിൾസ് സപ്ലിമെൻ്ററി ആണ് നമുക്കറിയാം അല്ലേ. ഒരു ചാപം അതിൻ്റെ മറുചാപത്തിലും ആ ചാപത്തിലും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾസ് അനുപൂരകമാണ് നമുക്കറിയാം. അതായത് ഈ എക്സും 2x കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. അതായത് നമുക്ക് അത് ഏതാണ് ആംഗിൾസ് എന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. x + 2x ഷുഡ് ബി ഈക്വൽ ടു 180 ഡിഗ്രി അല്ലേ. അപ്പോൾ 3x എന്ന് പറഞ്ഞാൽ എത്രയാണ്? x + 2x എത്ര? 3x. 3x 180 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ x 180/3 അപ്പോൾ എത്ര കിട്ടുക? 60 ഡിഗ്രി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കണം. അങ്ങനെ ഉണ്ടാവുന്ന കണ്ടീഷനിൽ മാത്രം ഒരു ആംഗിൾ 60 ഡിഗ്രി ആണെങ്കിൽ മാത്രമേ ആ ആംഗിളിലെ കോഡ്, ആ ആംഗിൾ ഉണ്ടാക്കുന്ന കോഡ് അതിൻ്റെ മറുചാപത്തിൽ ഉണ്ടാക്കുന്ന ആ കോഡ് മറ്റ് പാർട്ട് ഓഫ് സർക്കിളിൽ ഉണ്ടാക്കുന്ന ആംഗിൾ 120 ഡിഗ്രി അതിൻ്റെ ഇരട്ടിയാവുള്ളൂ അല്ലേ. അപ്പോൾ 60 ഒരു ആംഗിൾ അപ്പോൾ 60 ആണ്. x = 60 ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ആയിരിക്കും? 2x = 120. അപ്പോൾ 60 120 ആയിരിക്കണം ആ ആംഗിൾസ്. ഇനി നമുക്ക് 60 120 ആംഗിൾസ് വരണമെന്നുണ്ടെങ്കിൽ ഒരു ആംഗിൾ 60 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻട്രൽ ആംഗിൾ എത്ര ആയിരിക്കും? 120 ഡിഗ്രി അല്ലേ. നമുക്കപ്പോൾ സെൻട്രൽ ആംഗിൾ അല്ല ഇപ്പോൾ കൺസ്ട്രക്ട് ചെയ്യാൻ സിമ്പിൾ. അപ്പോൾ സെൻട്രൽ ആംഗിൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം. എങ്ങനെ? 120 ഡിഗ്രി സെൻട്രൽ ആംഗിൾ വരുന്ന രീതിയിൽ നമ്മളൊരു സർക്കിൾ വരച്ചാൽ മതി, 120 ഡിഗ്രി. എന്നിട്ട് നമ്മളതിന് ഒരു കോഡ് വരച്ചാൽ മതി. ഓക്കെ, ഒരു കോഡ് വരക്കുക. ഇതിൽ AB നെയിം ചെയ്തു, സെൻറ്ററിന് O നെയിം ചെയ്തു. ഓക്കെ, ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും? ഈ ഒരു സർക്കിളിൻ്റെ ഒരു ഭാഗത്തുണ്ടാകുന്ന ആംഗിൾസൊക്കെ, ഈ ഒരു ആംഗിൾസ് ഇവിടെ വരുന്ന ആംഗിൾസൊക്കെ എത്ര ആയിരിക്കും? ആംഗിൾ എല്ലാതും 120യുടെ പകുതി ആയിരിക്കും അല്ലേ. 60 ഡിഗ്രി ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. സിമിലർലി ഈ ചെറിയ ഭാഗത്ത്, ഈ ചെറിയ സ്മോളർ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 180 - 60 വിച്ച് ഈസ് 120 ഡിഗ്രി അല്ലേ. ഇതിൽ 120 ആയിരിക്കും. ഇവിടെ വേറെ എത്ര ആംഗിൾസ് വരച്ചാലും നമുക്ക് 120 ഡിഗ്രി ആയിരിക്കും കിട്ടുക അല്ലേ. അപ്പോൾ ആ ഒരു കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തു. അപ്പോൾ ഇതെങ്ങനെയാണ് വരക്കുക? 120 ഡിഗ്രിയിൽ സെൻട്രൽ ആംഗിൾ വരുന്ന രീതിയിൽ സർക്കിൾ കൺസ്ട്രക്ട് ചെയ്താൽ നമുക്ക് ഈ ഒരു ഗിവൺ കണ്ടീഷനിൽ ഉള്ള ഒരു വൃത്തം വരക്കാൻ പറ്റും. അപ്പോൾ ഇതേപോലെ തന്നെ നാലാമത്തെ ചോദ്യം, ഒരു ഭാഗത്തെ കോണുകളെല്ലാം മറുഭാഗത്തെ കോണുകളുടെ 1.5 മടങ്ങാണ് അല്ലേ. മറ്റേത് ഇരട്ടിയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് 1.5 മടങ്ങാണ്. അതായത് നമുക്ക് എങ്ങനെ പറയാം? all the angles in one part is 1.5 times the angles on the other. നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ എന്ത് ചെയ്താൽ മതി? ഇങ്ങനെ ആയിരിക്കും വരുന്നുണ്ടാവുക. ഒരു ആംഗിൾ x ആണെന്നുണ്ടെങ്കിൽ അത് മറ്റേ പാർട്ടിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്ര ആയിരിക്കും? 1.5x അല്ലേ. 1.5x എന്ന് പറയുന്നത് 1.5 എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? 1.5 എന്നുള്ളതിന് എങ്ങനെ എഴുതാം? 3/2x എന്ന് എഴുതിക്കൂടെ? 3/2x അല്ലെങ്കിൽ 1.5x അല്ലേ. 1.5 മടങ്ങ് എന്നുള്ളതിന് 1x ആണെന്നുണ്ടെങ്കിൽ 1.5x എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇങ്ങനെ വരുന്ന ഇതിൽ, അതായത് ഓൾട്ടർനേറ്റ് ആർക്സിൽ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഈ ഓൾട്ടർനേറ്റ് ആർക്സിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു ചാപത്തിലും മറുചാപത്തിലും ഉണ്ടാക്കുന്ന കോണുകൾ അനുപൂരകമാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സും ഈ 3/2x കൂടി കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? 180 ഡിഗ്രി കിട്ടും. ബോത്ത് ആർ സപ്ലിമെൻ്ററി അല്ലേ. അപ്പോൾ ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ x + 3/2x ആഡ് ചെയ്യുമ്പോൾ 2x
പ്ലസ് 3x ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം, ഈക്വൽ ടു 180 ഡിഗ്രി. 2x പ്ലസ് 3x എത്രയാണ്? 2x പ്ലസ് 3x 5x ആണ്. 5x ഈക്വൽ ടു 180 ഇൻറ്റു 2. 180 ഇൻറ്റു 2 എത്ര വരിക? 360 ഡിഗ്രി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് 360/5 ആയിരിക്കും. അതിപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് എക്സ് കണ്ടുപിടിക്കാൻ പറ്റി. എക്സ് എന്ന് പറഞ്ഞാൽ 72 ഡിഗ്രിയാണ്. എക്സ് 72 ഡിഗ്രി ആയിരിക്കുമ്പോഴാണ് മറ്റേത് എന്തായിരിക്കും? അതിന് 1.5 മടങ്ങാവുന്ന രീതിയിൽ നമുക്ക് ആംഗിൾസ് കിട്ടും അല്ലേ? അപ്പോൾ മറ്റേ ആംഗിൾ ഏതായിരിക്കും? 3/2 എക്സ്. 3/2 ഇൻറ്റു 72 എന്താണ് വരിക? അത് 108 ഡിഗ്രി, 108 ഡിഗ്രി കിട്ടും. ഒന്ന് 72 ഡിഗ്രിയും ഒന്ന് 108 ഡിഗ്രിയും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒന്ന് 72 ഡിഗ്രി എന്ന് പറയുമ്പോൾ എക്സിന് നമ്മൾ 72 ഡിഗ്രി എന്ന് കണ്ടുപിടിച്ചു. ഇത് എത്രയാണ്? 1/2 എക്സ്, അല്ലെങ്കിൽ 1 ഇൻറ്റു 1/2 എക്സ്, അല്ലെങ്കിൽ 3/2 എക്സിന് നമുക്ക് എന്ത് ചെയ്താൽ 108 ഡിഗ്രി. ഒന്ന് 72 ഒന്ന് 108 ഡിഗ്രി. അപ്പോൾ നമ്മൾ സെൻട്രൽ ആംഗിളാണ് നമുക്ക് വരക്കേണ്ടതില്ലേ? സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാൻ അപ്പോൾ 72ൻ്റെ ഇരട്ടി കണ്ടാൽ പോരെ? 72ൻ്റെ ഇരട്ടി എത്രയാണ്? 144 അല്ലേ? 144 സെൻട്രൽ ആംഗിൾ വരുന്ന രീതിയിൽ നമ്മൾ സർക്കിൾ വരച്ചാൽ മതി. 144 ഡിഗ്രി. ഇങ്ങനെ വരക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സൈഡിൽ വരക്കുന്ന ആംഗിൾസൊക്കെ എത്രയാണ് വരിക? ഈ സൈഡിൽ വരക്കുന്ന ആംഗിൾസൊക്കെ നമുക്ക് 72 ഡിഗ്രിയാണ് കിട്ടുക അല്ലേ? ഇതിലൊക്കെ എത്രയാണ് കിട്ടുക? 72, 72, 72. കാരണം 144ൻ്റെ പകുതിയാണ് 72. അതേപോലെ ഈ പാർട്ടിൽ ഇതിങ്ങനെ 2 പാർട്ടാക്കുകയാണെങ്കിൽ ഈ പാർട്ടിൽ വരുന്ന ആംഗിൾസൊക്കെ എത്രയായിരിക്കും? 108 ഡിഗ്രി. 108 ഡിഗ്രി. 108 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? ചോദ്യത്തിൽ ആവശ്യപ്പെട്ട പോലെ തന്നെ 72 ഡിഗ്രിയുടെ 3/2, അതായത് 72 ഡിഗ്രി 1.5 മടങ്ങാണ് 108 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 144 ഡിഗ്രി സെൻട്രൽ ആംഗിൾ, കേന്ദ്രകോണ് വരുന്ന രീതിയിൽ ഒരു സർക്കിൾ വരച്ചാൽ നമുക്ക് ചോദ്യത്തിൽ ആവശ്യപ്പെട്ടതുപോലെ ഒരു ഭാഗത്ത് ഉള്ള ആംഗിൾ മറ്റൊരു ഭാഗത്തുള്ള ആംഗിളുടെ 1.5 മടങ്ങായിട്ട് കിട്ടും.